പാശ്ചാത്യ കഥകളിൽ കേട്ടുമറന്ന പേരുകളുള്ള രണ്ടുപേരെ തേടിയിറങ്ങിയതാണ് നമ്മൾ. ഈ സിയാഷോവിന്റെയും ലെവിഷോവിന്റെയും വീട് ഇതല്ലേ? അതെ. ഹലോ, സാറൻ മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. ഓക്കെ, ഹാപ്പി. സിയാഷോവും ലെവിഷോവും സാഹിത്യപ്രേമികളായ അധ്യാപക ദമ്പതികൾ. പ്രകാശിന്റെയും രമണിയുടെയും രണ്ടാൺമക്കൾ. മക്കളെ മറ്റുള്ളവരിൽ നിന്ന് സവിശേഷതകൾ നിറഞ്ഞവരാക്കാൻ ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങളെ മാതൃകയാക്കി മക്കൾക്കിവർ ഇറ്റാലിയൻ പേരുകൾ നൽകി. ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉള്ള ഒരു പേരായിരിക്കണം. ഇപ്പം മൂത്ത മോൻ്റെ പേര് സിയാഷോ എന്നാകുമ്പോൾ അതിൽ സി ഉണ്ട്. സി രണ്ടാമത്തെ സൗണ്ട് ഷോ ആണ്. പിന്നെ ഷേക്സ്പീരിയൻ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ ഓലാണ് അവസാനിക്കുക. ഇപ്പോൾ ബസാനിയോ അല്ലെ അന്റോണിയോ, ഓർലൻറ്റോ, ആ ഓക്കൊരു അതിൻ്റെതായ ഒരു സൗണ്ട് ക്വാളിറ്റിക്കും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മകൻ്റെ പേര് ലവിഷോ എന്നാണ്. അതും രണ്ട് കാര്യങ്ങളാണ്, ലവ് അതുപോലെ ഷോ. പേരിടുന്ന സമയത്ത് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ അമ്പരന്ന് പോയ അനുഭവം രമണി ടീച്ചർ ഇപ്പോഴും മറന്നിട്ടില്ല. ഈ പേര് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പരിചയപ്പെടലിൻ്റെ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ സിയാഷോ ലവിഷോ എന്ന് പറയുമ്പോൾ എന്തെന്ന് ഒരിക്കലും കൂടെ പറഞ്ഞേന്ന് പറയും. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ചിലപ്പോൾ ഇരിക്കും ഇത് ഏതായാലപ്പാന്ന് വിചാരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു രസം ഞാൻ ആവുന്നത് എല്ലാവരും അതിൽ ഒരു നല്ല പേരാണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. ആദ്യം എനിക്ക് അത്ര ഒരു ഇഷ്ടം തോന്നിയിരുന്നില്ലെങ്കിലും പിന്നീട് ഞാനതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അധ്യാപകരും കൂട്ടുകാരും പേരു പറയാൻ പാടുപെടാറുണ്ടെന്ന് സിയാഷോവും ലെവിഷോവും ഒരേ സ്വരത്തിൽ പറയുന്നു. പേര് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇതെല്ലാം കേട്ടിട്ട് എവിടുന്നാണ് ഈ പേര് നിങ്ങൾക്ക് കിട്ടിയത്, ആരിട്ടാന്ന് അതെല്ലാം ചോദിച്ചു. ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അടിപൊളി പേര് എല്ലാം നല്ല പറഞ്ഞു. ആദ്യമായിട്ട് ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ട് ഈ പേരിട്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. മീനിങ്ങും ചോദിക്കും. പിന്നെ ആ സ്നേഹധീരം അങ്ങനെയുള്ള അർത്ഥം പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയെല്ലാം ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസാണ്. കുറച്ച് ഫണ്ണായിട്ടെല്ലാം തോന്നിയിട്ടുണ്ട്. ടീച്ചർമാർക്ക് എപ്പോഴും അത്ഭുതമാണ്. ഹാജറെല്ലാം വിളിക്കുമ്പോൾ തെറ്റിട്ടെല്ലാം പലപ്പോഴും വിളിക്കും. പഠനം പൂർത്തിയാക്കിയ സിയാഷോ ഇപ്പോൾ ജോലി അന്വേഷണത്തിലാണ്. പിലിക്കോട് സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് ലെവിഷോ. ആംഗലേയ സാഹിത്യം തങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് ഈ അധ്യാപക ദമ്പതികൾ ഇറ്റാലിയൻ നാമങ്ങൾ അവരുടെ മക്കൾക്കിട്ടത്. ഇത്തരത്തിൽ വ്യത്യസ്തരായ ഒട്ടേറെ പേരുകാർ നമ്മുടെ നാട്ടിലുണ്ട്. സാഹിത്യപ്രേമികളായ ഈ കുടുംബത്തോടൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.